എല്ലാവർക്കും തിരുവോണാശംസകൾ. തിരുവോണ ദിവസത്തെ വീഡിയോയാണ്. എല്ലാവരും കണ്ടു നോക്കണം. ഞാൻ രാവിലെ 4 മണിയായപ്പോഴേക്കും അടുക്കളയിൽ വന്നു. അങ്ങനെ രാവിലെ അകത്തുള്ള അടുക്കളയിൽ കുടിവെള്ളമൊക്കെ വച്ചു. പുറത്ത് അട വേവിക്കാനും സാമ്പാറിനും ഒക്കെ പരിപ്പൊക്കെ അടുപ്പിലിട്ടു. അങ്ങനെ ഞാൻ അട വേവിക്കാൻ പോവുകയാണ്. ഈ സമയത്തായപ്പോൾ 4:30 മണിയായി. അപ്പോഴേക്കും കുഞ്ഞുമോൻ എണീറ്റ് വന്നു. പിന്നെ കുറച്ച് സമയം അവനെ ഒന്ന് കൊണ്ടു നടന്നു. അങ്ങനെ സാമ്പാറിനെല്ലാം അരിഞ്ഞു, അവിയലിനരിഞ്ഞു, പയറ് കറിക്ക് വേണ്ടി പയറ് വറക്കാനിട്ടു, സാമ്പാറിന് കടുക് വറുത്തു. അത് അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിയൽ അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ അവിയൽ അടുപ്പിൽ വെച്ചു. പിന്നെ കുറുമക്കറിയാണ്. കുറുമയ്ക്കൊക്കെ റെഡിയായി. അങ്ങനെ കുറുമക്കറിയും റെഡിയായി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുമക്കറി റെഡിയാക്കി മാറ്റി വച്ചു. അത് കഴിഞ്ഞിട്ട് കീരത്തോരൻ വച്ചു. കിച്ചടിയാണ്, കിച്ചടി വെച്ചു, പച്ചടി വെച്ചു, പയറ് കറി വെച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ പായസത്തിനൊക്കെ അടുപ്പിലിട്ടു. അതൊക്കെ റെഡിയായി കൊണ്ടുവരികയാണ്. 1-ാം പാൽ 2-ാം പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. അങ്ങനെ പായസം ഏകദേശം റെഡിയായി. അടപ്രഥമനാണ്. അങ്ങനെ പായസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും ഓണമൊക്കെ നല്ലവണ്ണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കണു. അങ്ങനെ പായസമൊക്കെ വെച്ചു. അതിലേക്കൊന്ന് വറുത്തിടാം. അതിലേക്ക് വേണ്ടി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടെ ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പായസം റെഡിയായി. അങ്ങനെ ഇന്നത്തെ സദ്യവട്ടങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചടി, പച്ചടി, അവിയൽ, തോരൻ, നാരങ്ങ, മാങ്ങ, ഇഞ്ചി, ഇങ്ങനെയായിരുന്നു എൻ്റെ കറികൾ. പിന്നെ സാമ്പാർ, പരിപ്പ്, രസം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയായി ചോറ് കഴിക്കാൻ പോണു. ഇടയിൽ ഞങ്ങൾ എൻ്റെ അമ്മയെ കാണാൻ പോയിട്ട് ഉച്ചയ്ക്കാണ് വന്നത്. അവിടെ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛനെ പോയി കാണണം. അച്ഛനെ പോയി കണ്ട് അച്ഛന് ഓണക്കോടിയൊക്കെ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ സദ്യ കഴിക്കുന്നതാണ്. സദ്യയ്ക്ക് വിളമ്പണ ആളിനെയൊക്കെ അറിയാമല്ലോ, എൻ്റെ മരുമോളാണ്. അത് കഴിഞ്ഞ് ഞാൻ വിളമ്പണു. അങ്ങനെ തകർത്ത സദ്യ വിളമ്പലും ഊണ് കഴിപ്പൊക്കെ ആയിട്ട് ഞങ്ങളെ ഹാപ്പി ഓണമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. വളരെ സന്തോഷകരമായ ഒരു ഓണമായിരുന്നു ഇല്ലേ. നല്ല സന്തോഷമുണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. അപ്പം ഇതാ ഒരു കുഞ്ഞുവാവയും അതിൻ്റെ അച്ഛൻ കുഞ്ഞുവാവയും കൂടി ഇവിടെ കളിക്കുകയാണ് ഞങ്ങളുടെ വിളമ്പണ സമയം നോക്കി. അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ പരിപ്പൊഴിച്ചത്. അങ്ങനെ സദ്യ ഇതൊക്കെയാണ് ഞങ്ങളെ തിരുവനന്തപുരംകാരുടെ സദ്യ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരൊക്കെ കഴിക്കുന്നത് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ കഴിക്കുമായിരിക്കും. ഒന്നിച്ച് തന്നെയാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഓണ വിശേഷങ്ങൾ. ഞങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കണ്ടെല്ലാം ഞാൻ കഴിക്കുകയാണ്. അങ്ങനെ ഓണം അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു. മോളും മരുമോനും കുഞ്ഞുമൊക്കെ വൈകുന്നേരമായപ്പം വന്നു. അങ്ങനെ അവിടെയും സന്തോഷമായിരുന്നു. അങ്ങനെ അടപ്പായസമൊക്കെ കഴിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഹാപ്പി ഓണം. ഞങ്ങൾ അടുത്തയാണ്ട് വീണ്ടും കാണാം.